സഹായം ഫ്രീ ആയി അതോടൊപ്പം മെൻസ് കമ്മീഷൻ കേരള.com അതിനകത്ത് നിങ്ങൾക്ക് 1900 ചെയ്യാം. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഓരോ 52 ഒരു മലയാളി എല്ലാം ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ 40 മണ്ഡലങ്ങളിലേക്ക് നമ്മൾ അയച്ചു. അതായത് ആ മെൻസ് കമ്മീഷൻ ജീവിത പ്രശ്നങ്ങൾ കാരണമായി ഇന്ത്യയിലെ ഓരോ 4 മെൻസ് കമ്മീഷന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ഏതോ ഒരു ജോയി അല്ലെങ്കിൽ ബാക്കി ഒരുപാട് പേർ ഭാഗമായി 11 മിനിറ്റ് പക്ഷേ അവർക്കെല്ലാം വരുന്ന ഓരോ തലമുറയിലെയാണ് ഏകദേശം 4 ഇരട്ടി കേരള സമൂഹത്തിലുള്ളത് ഡോക്യുമെന്റഡ് ആയ എല്ലാത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നു. ഇനി കൊടുത്ത ഔദ്യോഗിക നാളെ ഇതിൽ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പുരുഷ ദിനമാണ്. 2025 ഞങ്ങളടക്കമുള്ളവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു ആശ്വാസം നൽകുന്ന വർഷമായിരുന്നു. 3 പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധികളും 3 പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സ്ത്രീകൾ പലപ്പോഴും കമ്പനി സൂചിപ്പിച്ചുകൊണ്ടും തേജോവധം ചെയ്യപ്പെടേണ്ട ഈ നവംബർ 19 ആ അവസരത്തിലാണ് മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള അഥവാ ഫെബ്രുവരി പത്രങ്ങളിലും ടിവി ചാനലുകളിലും ബ്രേക്കിംഗ് പുരുഷ കമ്മീഷൻ പേജുമായി വരികയും ലോകേഷ് നായർ പോക്സോ കേസിലെ 6 മാസത്തോളമായി നിയമസഭ എംഎൽഎമാർ കേരള സംസ്ഥാന പുരുഷ പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ഞാൻ സ്കൂളിൽ കാര്യമാണ്. പക്ഷേ ഇതുവരെ അനുകൂലമായി വിധിന്യായത്തിൽ പോക്സോയുടെ ചരിത്രത്തിൽ തന്നെ വളരെ റെയറാണ്. അതായത് കൃത്യമായ വരികൾ ഇതിൽ പോക്സോ പ്രകാരമുള്ള കുറ്റങ്ങൾ നടന്നിട്ടില്ല എന്ന് വെളിവായി എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വന്നിട്ട് ഒരു മീഡിയ പോലും വാർത്ത കൊടുക്കുന്നുമില്ല എന്നുള്ളതാണ് പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നും. കോടതികളിലെ പ്രശ്നം, പോലീസിലെ പ്രശ്നം, അതിനേക്കാൾ പ്രധാനമായി ഞങ്ങൾ പുരുഷന്മാരും നിങ്ങളുടെ ഓരോരുത്തരും പുരുഷന്മാരും അനുഭവിക്കാൻ പോകുന്നത് മാധ്യമങ്ങളിൽ പലപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിൽ ഇവരുടെ കുടുംബമുള്ളതല്ലേ അപകീർത്തിപ്പെടുത്തപ്പെടുന്നു, അധിക്ഷേപിക്കപ്പെടുന്നു. ഒരിക്കൽ അങ്ങനെ ഒരു വ്യാജ പോക്സോ വന്നാൽ ജീവിതകാലം മുഴുവൻ അവൻ പോക്സോ പ്രതിയായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഇവൻ നിരപരാധിയാണ് എന്ന കോടതി വിധി വന്നാൽ പോലും ബാലൻസിന് വേണ്ടിയെങ്കിലും മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ അതർ സൈഡ് കേൾക്കണമെന്നുള്ള കാര്യമെങ്കിലും വെച്ച് കൊടുക്കുന്നില്ല. ഇത് മുകേഷ് നായർ മാത്രമല്ല, ഇങ്ങനെ 6.5 മാസം ഒളിവിൽ കഴിഞ്ഞ ആളാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാം അറിയുന്ന പ്രമുഖനായ സിനിമാ നടൻ. കുട്ടിക്കൽ ജയചന്ദ്രന്റെ ഭാര്യ സെറീന ഉള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ പോരാടി രക്ഷപ്പെട്ടത്. 6.5 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ കുട്ടിക്കൽ ജയചന്ദ്രന് വേണ്ടി ആ ഭാര്യ അവരുടെ കുടുംബ പ്രശ്നത്തിലായിരുന്നു ഈ വ്യാജ പരാതി വന്നത്. ആ ഭാര്യ സെറീന നിന്ന് പോരാടിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവസാനം ജാമ്യവും നീതിയും കിട്ടി കുട്ടിക്കൽ ജയചന്ദ്രൻ ഇപ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കയറി. നിങ്ങൾ ഒരു നിമിഷം, പ്രത്യേകിച്ച് പുരുഷന്മാർ, നിങ്ങളെ മുകേഷ് നായരുടെ സ്ഥാനത്ത് നിർത്തി ആലോചിക്കുക. ഒരു നിമിഷം നിങ്ങളെ കുട്ടികൾ ചേരുന്ന സ്ഥാനത്ത് നിർത്തി ആലോചിക്കുക. നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ദുരന്തമായിരിക്കും ഉണ്ടാകുക. ജോലിയില്ല, ശമ്പളമില്ല, ബന്ധുക്കളെ സഹായിക്കാനില്ല, ഇത്രയും കാലം നോക്കി ചിരിച്ച സുഹൃത്തുക്കളോ നാട്ടുകാരോ ഇല്ല. ഇവൻ വ്യാജ അല്ലെങ്കിൽ ഒരു പോക്സോ